താരസംഘടനയായ അമ്മയുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോൾ 73 പേർ മത്സരരംഗത്ത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടൻ ജോയ് മാത്യു സമർപ്പിച്ച പത്രിക തള്ളി. ജൂലൈ 30-ന് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ്. ഓഗസ്റ്റ് 15-ന് തെരഞ്ഞെടുപ്പ് നടക്കും. താരസംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി വാശിയേറിയ പോരാട്ടത്തിനാണ് വഴിയൊരുങ്ങുന്നത്. താരസംഘടനയായ അമ്മയുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ 73 പേർ മത്സരിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസമായ ഇന്നുവരെ 74 പേർ പത്രിക സമർപ്പിച്ചെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരുങ്ങിയ നടൻ ജോയ് മാത്യുവിന്റെ പത്രിക പേരിലുണ്ടായ പ്രശ്നത്തെ തുടർന്ന് തള്ളുകയായിരുന്നു. അഭിനേതാക്കളായ ജഗദീഷ്, ശ്വേതാ മേനോൻ, രവീന്ദ്രൻ, ദേവൻ തുടങ്ങിയവരടക്കം 6 പേർ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കും. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും കടുത്ത മത്സരം ഉണ്ടാകുമെന്നാണ് സൂചന. കഴിഞ്ഞ ഭരണസമിതിയിൽ ജോയിന്റ് സെക്രട്ടറിയായിരുന്ന ബാബുരാജ് ഇത്തവണ ജനറൽ സെക്രട്ടറിയായി മത്സരിക്കും. ജയൻ ചേർത്തല വൈസ് പ്രസിഡന്റായും മത്സര രംഗത്ത് ഉണ്ടാകും. ജൂലൈ 30-ആണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ഓഗസ്റ്റ് 15-ന് തെരഞ്ഞെടുപ്പും നടക്കും. അതേസമയം ആരോപണ വിധേയരായവർ മത്സര രംഗത്ത് തുടരുന്നതിൽ സംഘടനയ്ക്കിടയിൽ ഭിന്ന അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഇതൊരു സന്നദ്ധ സംഘടനയാണ്, ഇതൊരു ചാരിറ്റി സംഘടനയാണ്. ആ സംഘടന മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് അത്തരം മൂല്യമുള്ള ആൾക്കാർ തന്നെ ഈ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ് ഈ സംഘടനയുടെ ഈ പ്രധാനപ്പെട്ട അംഗങ്ങളെല്ലാവരും ചിന്തിക്കേണ്ടത്. അങ്ങനെയാണ്. ആരോപണ വിധേയരും ക്രിമിനൽസും ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും വെളിയിൽ കളഞ്ഞ് ഇത് ശുദ്ധമാക്കി ഒരു നല്ല അമ്മയാക്കി, ഒരു സമൂഹത്തിൻ്റെ അമ്മയാക്കി ഇതിനെ മാറ്റേണ്ട ഉത്തരവാദിത്വം മുഴുവൻ അമ്മ അംഗങ്ങൾക്കും ഉള്ളതാണ്. അടുത്തിടെ നടന്ന അമ്മ വാർഷിക യോഗത്തിൽ നടൻ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണമെന്ന ആവശ്യം അംഗങ്ങൾ ശക്തമായി ഉന്നയിച്ചിരുന്നു. എന്നാൽ താൻ പ്രസിഡന്റ് ആകാനില്ലെന്ന നിലപാടിൽ മോഹൻലാൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതോടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതിയെ കണ്ടെത്താൻ വാർഷിക പൊതുയോഗം തീരുമാനിച്ചത്. ജനം, കൊച്ചി.